ഈ പുതുയുഗത്തിലെ പുതിയ യുവാക്കൾ ഭാവി തലമുറയെ സൃഷ്ടിക്കാൻ പുതിയ ടെക് യുഗത്തെ തന്നെ സൃഷ്ടിക്കുന്നു. ലോകകുതിപ്പിൻ്റെ മനുഷ്യൻ്റെ ഡിസൈനർ ബേബിയെക്കുറിച്ച് ലോകത്തിൽ പലയിടത്തും മിക്സ്ഡ് റെസ്പോൺസാണ് എൻ്റെ റിസർച്ച് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇതൊന്ന് എന്താണെന്ന് പരിശോധിക്കാം. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ IVF എന്ന് പറയും. ഇത് 1978 ആദ്യത്തെ വിജയകരമായ ജനനത്തോടെ IVF രൂപം കൊണ്ടത്. പിന്നീട് പ്രീ ഇംപ്ലാന്റേഷൻ ജനിതക പരിശോധന PGT ആണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. IVF എന്ന് പറയുന്ന പോലെ PGT 1990 ക്ലിനിക്കൽ പ്രയോഗം ആരംഭിച്ചു. PGTക്ക് വലിയ ഒരു ഫാൻ തന്നെ ഉണ്ടായി. PGT ഇപ്പോൾ ഇതൊരു വേൾഡ് ട്രെൻഡായി മാറിക്കഴിഞ്ഞു. ഗർഭം ധരിക്കുന്നത് എങ്ങനെയാണ് എന്ന പുതിയ യുഗത്തിൻ്റെ ഒരു സിദ്ധാന്തം തന്നെയാണിത്. ടെക്നിക്കൽ സയൻറ്റിഫിക് വഴി നമുക്ക് PGT എന്താണ് ഒന്ന് പരിശോധിച്ച് നോക്കാം. PGT പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് ആണ്. PGT എന്നാൽ ഒരു മെഡിക്കൽ പരിശോധനയാണ്, സിമ്പിളായിട്ട് പറയാമെങ്കിൽ. IVF ചികിത്സക്കിടെ ഗർഭപാത്രത്തിൽ എംബ്രിയോ സ്ഥാപിക്കുന്നതിന് മുൻപായി എംബ്രിയോയുള്ള ജനന സഹജമായ രോഗങ്ങൾ പരിശോധിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. വംശപരമ്പരാഗതമായ രോഗങ്ങൾ പകരാതിരിക്കാൻ ആരോഗ്യകരമായ കുഞ്ഞിനെ സൃഷ്ടിച്ചെടുക്കാനാണ് PGT എന്നൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അതെങ്ങനെയാണത്, എന്തൊക്കെ പ്രൊസീജിയറാണെന്ന് നോക്കാം. നല്ല എംബ്രിയോകൾ തിരഞ്ഞെടുക്കാൻ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ? നമ്മൾ ലേഡീസിൻ്റെ എഗ്സും സ്പേമും IVF ലാബിൽ ഇത് രണ്ടും ചേർക്കുന്നു. ഈ എംബ്രിയോ ഉണ്ടാക്കുന്നു. ഓരോ എംബ്രിയോയിൽ നിന്നും കുറച്ച് സെല്ലുകൾ എടുക്കുന്നു. ഈ സെല്ലുകൾ ജനറ്റിക് പരിശോധനയ്ക്കായി പരീക്ഷിക്കുന്നു. അവിടെയാണ് നമുക്ക് മനസ്സിലാവുക ഇതിനെന്തെങ്കിലും ജനറ്റിക് ഇഷ്യൂസ് ഉണ്ടോ. അത് പല സെല്ലും നമുക്ക് പരിശോധിച്ച് നോക്കാം വളരെ ഡെപ്തായിട്ട്. അതിന് പ്രൊസീജിയേഴ്സ് കുറേയുണ്ട്. ആരോഗ്യകരമായ എംബ്രിയോകൾ മാത്രമാണ് ഗർഭപാത്രത്തിൽ വെക്കുന്നത്. ഉദാഹരണമായി ഒരു വിത്ത്, നമ്മൾ ചെടിയുടെ വിത്ത് നടുമ്പോൾ അത് വളരുന്നതിൻ്റെ മുമ്പേ തന്നെ അത് വിത്ത് നല്ലതാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്ന പോലെയാണ് നമ്മൾ ഈ ഗർഭപാത്രത്തിൽ ചെയ്യുന്ന ഈ പ്രൊസീജിയർ. വിപണിയുടെ വളർച്ച ഒന്ന് പരിശോധിച്ച് നോക്കാം. 2025 ലോകവ്യാപക പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് PGT മാർക്കറ്റിൻ്റെ മൂല്യം ഏകദേശം $892 മില്യൺ ആണ് 2025. ഇത് 2030 ആകുമ്പോഴത്തേക്കും 1.4 ബില്യണായി ഇത് വളരും. ഇതിന് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് 9%, എല്ലാ വർഷവും 9% വർദ്ധിക്കുന്നുണ്ട്. അമേരിക്കൻസും യൂറോപ്യൻസാണ് ഇത് കൂടുതൽ ഈ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. ഇന്ത്യ ഒട്ടും പിന്നിലല്ല, ചൈന പിന്നിലല്ല, മിഡിൽ ഈസ്റ്റ് പിന്നിലല്ല, ബ്രസീലും പിന്നിലല്ല. ഈ 4 രാജ്യങ്ങളും അമേരിക്കൻ US തൊട്ട് പിന്നിലുണ്ട്. പ്രധാന പരീക്ഷണങ്ങൾ, ഈ PGTയുടെ പ്രധാന പരീക്ഷണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. PGT-A എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിശോധിക്കുന്ന ഒരു പ്രക്രിയയാണ്. ജനറലായിട്ട് PGT-A ഒരുപാട് ആളുകൾ ഈ പ്രോസസ്സിൽ കൂടെ പോകുന്നുണ്ട്. ഇതിൻ്റെ
എംബ്രോയിൽ ക്രോമോസോണുകൾ തകരാറുകൾ പരിശോധിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാണ് അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഘടകം. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഉണ്ട്, NGS. അത് 54% പരീക്ഷണങ്ങൾ ഇങ്ങനെയും ആളുകൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ആധാരതയിലാണ് ഇത് ചെയ്യുന്നത്. ഇത് വളരെ കൃത്യമായി ഫാസ്റ്റും ആകുന്നുണ്ട്. പിന്നെ വേറൊന്ന് നോൺ ഇൻവേസീവ് ടെസ്റ്റിംഗ് ആണ്. സാങ്കേതികമായിട്ട് പുതിയ മാർഗമാണിത്. എംബ്രോയിൽ നിന്നും നേരിട്ട് അല്ലാതെയും ഗ്രോത്ത് മീഡിയത്തിൽ നിന്നുള്ള DNA പരിശോധിക്കുന്നതിന് ശേഷം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. AI ടെക്നോളജി ഇത് മിക്ക ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. ഈ AI സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ IVF PGTയുടെ സക്സസ് എത്ര എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. AI പ്ലാറ്റ്ഫോമുകളിൽ എംബ്രോയുടെ ഇംപ്ലാന്റേഷൻ സക്സസ് മുൻകൂട്ടി പ്രവചിപ്പിക്കുന്നുണ്ട്. ഇത് മെഡിക്കൽ വിദഗ്ധരുടെയും ഹ്യൂമൻ എറർ കുറക്കുന്നുണ്ട്. കൃത്യതയും വിജയസാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. AI ഉപയോഗിച്ചുള്ള സ്കോറിങ്, എംബ്രോയി സെലക്ഷൻ ക്രമീകരണങ്ങൾ സക്സസ് റേറ്റ് 27% ആണ്. ഈ 27% ഈ ഒരു പ്രൊസീജിയറിൽ AI വിദഗ്ധമാണ്. ഇതിൻ്റെ മേലൊരു ഹിച്ച് എന്താണെന്ന് പറഞ്ഞാൽ പല കൺട്രിയിലും പല നിയമങ്ങളാണ്. US, ഇസ്രയേൽ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇത് കൃത്യമായിട്ട് അനുവദിക്കപ്പെടുന്നുണ്ട്. മിക്ക രാജ്യങ്ങളിലും പല പല നിയമങ്ങളാണ്. ഇത് ചില ക്ലിനിക്കിൽ പോളിജെനിക് ടെസ്റ്റിംഗ് വഴി കുട്ടിയുടെ ഫ്യൂച്ചർ IQ കണ്ടുപിടിക്കാൻ പറ്റും. ക്യാൻസർ റിസ്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഐ കളർ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് ലോകം ഡിസൈനർ ബേബിയെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. ഇത് US പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഇസ്രായേൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ചൈന പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ തന്നെ അവർക്ക് ഇതിൽ ഒബ്ജക്ഷൻ ഇല്ല. എന്നാൽ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി ഇതുപോലുള്ള രാജ്യങ്ങൾ വളരെ നിയന്ത്രിതരായ മെഡിക്കൽ ലോ അംഗീകരിച്ച് സാഹചര്യങ്ങളിൽ മാത്രമാണ് PGT ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ലോകത്തിൻ്റെ ഡേറ്റ കണക്കുകളൊന്ന് നോക്കാം. 2014 17.2%, 2014 11 വർഷം മുമ്പേ 17.2% ആളുകൾ അമേരിക്കയിൽ PGT ഉപയോഗിച്ച് IVF ചെയ്തിട്ടുണ്ട്. 2030 ഇത് 44.9% ഉയരും. അതായത് ഓൾമോസ്റ്റ് 45%. പ്രത്യേകിച്ച് 35+ ആയ സ്ത്രീകളിൽ ഇത് ഒരു വലിയ ട്രെൻഡിങ് ആണ്. ഇത് കാലിഫോർണിയയിൽ, യൂറോപ്പിൽ എന്നിവിടങ്ങളിൽ ഗവൺമെൻറ് ഫണ്ടിങ്ങും ചെയ്യുന്നുണ്ട്, IVFും PGTയും സഹായിക്കുന്നതിൽ. ഇന്ത്യയിൽ അടുത്ത വർഷങ്ങളിൽ ഈ സംവിധാനം കൂടുതൽ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഇൻഡസ്ട്രി പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ സ്ഥിതി ഒട്ടും കുറവല്ല. ഇതിൽ ഞാൻ കുറച്ച് വിദഗ്ധരുടെ പേര് ഒന്ന് SRR ഡയഗ്നോസ്റ്റിക്, നോവ IVF, Cloud9, ഇന്ദിര IVF ഇവരൊക്കെയാണ് PGTയിൽ സജീവമായി ഉപയോഗിക്കുന്ന ആൾക്കാർ. ഇതിൽ സ്വകാര്യ ഇൻഷുറൻസും ചില നഗരങ്ങളിൽ പരിശോധനയ്ക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രീമിയം ഹെവി ആയിരിക്കാം. ഇതിൽ ഡോക്ടർമാർ, എക്സ്പേർട്സ് ഉണ്ട്. ഡോക്ടർ അച്ചൽ അഗർവാൾ, ഡോക്ടർ ഫേനി മനോജ് ഇവരൊക്കെയാണ് ഇതിൻ്റെ വിദഗ്ധർ. ഓരോ രാജ്യങ്ങളിൽ വ്യത്യസ്ത നിയമങ്ങളാണ്. ചിലർ അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിസൈനർ ബേബി ടെസ്റ്റ് വരെ അനുവദിക്കുന്നുണ്ട്.
ഇനി ഡിസൈനർ ബേബിയുടെ കാലമാണ്. ഈ ഗ്ലോബൽ റവന്യൂ ട്രെൻഡ്സ് ഒന്ന് പരിശോധിക്കാം. 2021 700 മില്യനാണ് ലോകമെമ്പാടും. 2022 750 മില്യനാണ്. 2023 800 മില്യനാണ്. IVF നോക്കാം എത്രയാണ്. IVF മാത്രം 2021 21.7 ബില്യനാണ്. 2022 22.9 ബില്യനാണ്. 2023 25.3 ബില്യനാണ്. ഇതിൻ്റെ ഗ്രോത്ത് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് വേൾഡ് ഓവർ 9%. പക്ഷെ ഇന്ത്യയിൽ കുറച്ച് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഡസ്ട്രി. അടുത്ത വീഡിയോ വരുന്നവരെ സൈനിങ് ഓഫ് ഹർഷജിത്ത്. ബൈ.